ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം മാറ്റി അസാധാരണ ഉത്തരവ്. NGO അസോസിയേഷൻ ഭാരവാഹിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഉത്തരവ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടടുത്ത ദിവസമാണ് ഉത്തരവിറങ്ങിയത്. ഭരണമാറ്റത്തിന്റെ സാഹചര്യത്തിൽ സ്ഥലം മാറ്റം വേണമെന്ന് ഭാരവാഹി അഭ്യർത്ഥിച്ചതായി ഉത്തരവിലുണ്ട്. തിരുവനന്തപുരം സൗത്ത് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റൌഫാണ് അഭ്യർത്ഥന നൽകിയത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, ഇത് അസാധാരണമാണ്. ഈ കാര്യത്തിൽ CPM തന്നെ വലിയ പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുന്നതിന് മുൻപ് ഈ സംഘടനാ ഭാരവാഹികളുടെ ആവശ്യപ്രകാരം ഒരു ഉത്തരവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്. തീർച്ചയായിട്ടും മാധു, കാരണം രണ്ട് ഉത്തരവാണ്. ഇത് ആദ്യത്തേതല്ല, ഇത് രണ്ടാമത്തെ ഉത്തരവാണ് വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ഇത്തരത്തിൽ ഇറങ്ങുന്നത്. ഒരു NGO അസോസിയേഷന്റെ ഭാരവാഹി ഭരണമാറ്റം വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ വിവിധ സെക്ഷനുകളിൽ നിന്ന് സ്ഥലം മാറ്റം നടത്തേണ്ടതായിട്ടുണ്ട്. അത് അനുവദിച്ച് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് നൽകുന്നു. തിരുവനന്തപുരം സൗത്ത് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റൌഫാണ് ഇത്തരത്തിൽ ഒരു കത്ത് നൽകുന്നത്. ആ കത്ത് നൽകിയതിനെ തുടർന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പരീക്ഷ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ നിന്നുള്ള 6 ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ ഒറ്റ ഉത്തരവിലൂടെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതിൽ ഓഫീസ് അറ്റൻഡർ മുതൽ പരീക്ഷാ വിഭാഗം സൂപ്രണ്ട് വരെ ഈ ഒരു ഒറ്റ ഉത്തരവ് മൂലം സ്ഥലം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇഷ്ടക്കാർക്ക് വേണ്ടി ഇത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ CPM അനുകൂല സംഘടന ഇതിൽ എടുത്തിരിക്കുന്ന നിലപാട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് DG ഓഫീസിന് മുന്നിൽ, അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ വലിയ പ്രതിഷേധവും NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. 6 ഉദ്യോഗസ്ഥരെ ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 5 ഉദ്യോഗസ്ഥരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലുമാണ് ഇത്തരത്തിൽ മാറ്റിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടാമത്തെ ഉത്തരവിൽ ഇതിൽ പറയുന്നുണ്ട്, പരാമർശത്തിൽ പറയുന്നത് ഈ ഭരണമാറ്റത്തിന്റെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു സ്ഥലം മാറ്റം NGO ഭാരവാഹി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അത് അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. ആ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. എന്താണെങ്കിലും ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാനാണ് CPM-ന്റെയും CPM അനുഭാവ സർവീസ് സംഘടനകളുടെയും തീരുമാനം. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും അസാധാരണമായ ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ഇപ്പോൾ 6 ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്.